മലപ്പുറം ജില്ലയെ വിഭജിക്കണമെന്ന ആവശ്യവുമായിട്ട് മുസ്ലിം ലീഗ് രംഗത്ത് വന്നിരിക്കുകയാണ്. ഇതിനു മുന്നേ തന്നെ നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടും അവരുടെ രാഷ്ട്രീയ സംഘടനയായ SDPIയും ഇതിനു വേണ്ടി അവിടെ പ്രകടനവും ആവശ്യങ്ങളും ഒക്കെ ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പം മുസ്ലിം ലീഗ് ഏറ്റെടുത്തതോടുകൂടി അതിന് മറ്റൊരു രാഷ്ട്രീയ മാനം കൂടി വന്നിരിക്കുകയാണ്. ഈ ആവശ്യം ഇപ്പോൾ പ്രബലമായി വരാൻ കാരണം UDF കേരളത്തിൽ അധികാരത്തിൽ വരും എന്ന് പൊതുവെയുള്ള ഒരു വിശ്വാസമുണ്ട്. കാരണം ഒരു ഭരണവിരുദ്ധ വികാരം നിൽക്കുമ്പോൾ അത് പിന്നീട് UDFനായിരിക്കും അത് അനുകൂലമായിട്ട് കേരളത്തിൽ മാറാൻ പോകുന്നത് എന്ന് പൊതുവെയുള്ളൊരു ധാരണയാണ്. 2026 കേരളത്തിൽ BJP എത്ര സീറ്റ് പിടിക്കാൻ പോകുന്നു എന്നുള്ളതും വളരെ ചിന്താ വിഷയമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ UDF അധികാരത്തിൽ വരുമ്പോൾ എന്തായാലും ലീഗിന് നിർണായക സ്ഥാനമുണ്ട്. അധികാരത്തിൽ ഇല്ലെങ്കിൽ പോലും UDFനകത്ത് നിർണായകമായ സ്ഥാനം തന്നെ അവർക്കുണ്ട്. പലപ്പോഴും കോൺഗ്രസിലെ കലഹം രൂക്ഷമാകുന്ന അവസരത്തിൽ അത് ഹൈക്കമാൻഡിനെ ധരിപ്പിക്കുന്നത് ലീഗാണ്. കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ പോലും ആദ്യം പോകുന്നത് എങ്ങോട്ടാണ്? പാണക്കാട്ട് തങ്ങളെ കാണാനാണ് പോകുന്നത്. നമുക്കറിയാം, PD സതീശൻ പറയുന്നുണ്ട്, ഒരു സമുദായ സംഘടനയുടെ നേതാവിൻ്റെ തിണ്ണ നിരങ്ങാൻ ഞാൻ പോകില്ല എന്ന് പറയുന്നുണ്ട്. അതേ അവസരത്തിൽ തന്നെ പാണക്കാട് പോയി സാഷ്ടാംഗം നമസ്കരിക്കുകയും ചെയ്യും. ഇതൊക്കെ കൃത്യമായി ഏവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി ആയാലും രാഹുൽ ഗാന്ധി ആയാലും വയനാട്ടിൽ വന്നാൽ പോകുന്നത് ആദ്യം പാണക്കാട്ടേക്ക് തന്നെയാണ്. കാരണം പ്രിയങ്കയുടെയൊക്കെ അല്ലെങ്കിൽ രാഹുലിന് മുമ്പ് വിജയമുണ്ടായതും പ്രിയങ്കയ്ക്ക് പിന്നീട് വിജയമുണ്ടായതും ഒക്കെ എന്ന് പറയുന്നത് ആരുടെ കരുണ കൊണ്ട് മാത്രമാണ്? മുസ്ലിം ലീഗിൻ്റെ കരുണ കൊണ്ട് മാത്രമാണ്. ആ 7 മണ്ഡലങ്ങളിലും മുസ്ലിം ലീഗിനുള്ള നിർണായക സ്ഥാനം. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ വേണമല്ലോ കൂറ് കാണിക്കേണ്ടത്. അപ്പോൾ അങ്ങനെയൊക്കെ വലിയ ആധിപത്യമുള്ള മുസ്ലിം ലീഗ് അവർ 2011 ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് 5ാം മന്ത്രിക്ക് വേണ്ടി മുറവിളി കൂട്ടി. ഒടുവിൽ അതും കൊണ്ടേ അവർ പോയുള്ളൂ. കേരളം മുഴുവൻ പൊരിഞ്ഞ ചർച്ച നടന്നു. എല്ലാവരും വിചാരിച്ച ഈ പൊരിഞ്ഞ ചർച്ചയൊക്കെ കഴിയുമ്പോൾ ആർക്കും അത് കൊടുക്കില്ല എന്നാണ്. മുസ്ലിം ലീഗ് അത് നേടുകയും ചെയ്തു. UDFൽ മുസ്ലിം ലീഗിന് വലിയൊരു ബാർഗെയിനിങ് പവറുണ്ട്. അതുകൊണ്ടാണല്ലോ ഇവർ LDFലേക്ക് പോകാതിരുന്നത്. കാരണം LDFൽ ഇവർക്ക് ബാർഗെയിനിങ് പവർ കിട്ടത്തില്ല. കാരണം അവിടെ തലപൊക്കാൻ അനുവദിക്കത്തില്ല. ഇപ്പോൾ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് തന്നെ LDFലേക്ക് 2021 പോയി. അവർ അതൃപ്തരാണ്, പുറമേ കാട്ടുന്നില്ല എന്നേ ഉള്ളൂ. കാരണം എന്താണ്? അവരുടെ ആവശ്യങ്ങളൊന്നും തന്നെ അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല. അവരുടെ ബാർഗെയിനിങ് അനുവദിക്കത്തില്ല. ആ ബാർഗെയിനിങ്ങിന് ചുക്കാൻ പിടിക്കേണ്ട ആളായ ജോസ് കെ മാണിയെ തന്നെ പാലയിൽ തളച്ചിട്ടില്ലേ? അതിൻ്റെ പിന്നിൽ CPM ആണെന്ന് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ മുസ്ലിം ലീഗിന് ഒരു ബാർഗെയിനിങ് പവറുള്ള ഇടമെന്ന് പറയുന്നത് അത് UDFൽ തന്നെയാണ്. ഇപ്പോൾ 5ാം മന്ത്രി വന്നു. ഇനിയിപ്പോൾ നോക്കിക്കോ, 2026 അധികാരത്തിൽ വരുന്നതിന് വേണ്ടി UDFനകത്ത് ഏറ്റവും കിണഞ്ഞു പരിശ്രമിക്കുന്നത് മുസ്ലിം ലീഗാണ്. അവരുടെ ആ പരിശ്രമം നമ്മൾ നിലമ്പൂരിൽ കണ്ടതാണ്. നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചു കയറി വന്നതിൻ്റെ പ്രധാന ഉത്തരവാദി മുസ്ലിം ലീഗ് തന്നെയാണ്. മുസ്ലിം ലീഗ് അവിടെ പ്രത്യേകിച്ച് കുഞ്ഞാലിക്കുട്ടി അടക്കം പല പ്രമുഖ നേതാക്കന്മാരും മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്ത് വീടുകൾ കയറി ഇറങ്ങി. കുഞ്ഞാലിക്കുട്ടിയെ പോലുള്ള ഒരു മുതിർന്ന നേതാവ് വീടുകൾ കയറി ഇറങ്ങി വോട്ട് തേടി എന്നുള്ളതാണ്. എന്തിനാണ്? ആര്യാടൻ ഷൗക്കത്തിനോടുള്ള പ്രേമം കൊണ്ടൊന്നും അല്ല. ഷൗക്കത്തിൻ്റെ വിജയമെന്ന് പറയുന്നത് അത് UDFൻ്റെ ഒരു തരംഗമാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത് എന്ന് കേരള ജനതയെ ബോധ്യപ്പെടുത്തണം. ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ ശക്തമാണ് എന്ന് തെളിയിക്കണം. അതിനുവേണ്ടിയാണ് ലീഗിൻ്റെ അധ്വാനം അവിടെ നടന്നത്.
അപ്പോൾ ലീഗ് അങ്ങനെ അത്രത്തോളം അധ്വാനിച്ച് അവർക്ക് ബാർഗെയിനിങ് ശേഷിയുള്ള ആ മുന്നണിയിൽ നിന്നുകൊണ്ട് അവർ നേടാൻ പോകുന്നത് ഏറെക്കാലമായിട്ട് അവരാവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. മലപ്പുറം ജില്ല വലിയ ജില്ല തന്നെയാണ്, ജനസംഖ്യ കൂടുതലാണ്, നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം വളരെ കൂടുതലാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ മണ്ഡലത്തെ വിഭജിക്കണം, ആ ജില്ലയെ വിഭജിച്ച് മറ്റൊരു തിരൂർ ആസ്ഥാനമാക്കി ഒരു പുതിയ ജില്ല വരണമെന്നുള്ളതാണ് അവരുടെ പ്രധാന ആവശ്യം. തിരൂര് തുഞ്ചൻ പറമ്പ് തിരൂരിലാണ്. അതുപോലെ തന്നെ കേരളത്തിൽ ആദ്യമായൊരു മലയാള സർവകലാശാല രൂപം കൊണ്ടു, അതിൻ്റെ ആസ്ഥാനവും തിരൂര് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ ഒരു ജില്ലാ ആസ്ഥാനമായി മാറുമ്പോൾ ഉള്ള ഒരു പ്രധാന ഘടകങ്ങൾ തന്നെയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജില്ലയുടെ ആവശ്യകത തന്നെ ഉയരുന്നുണ്ട്. പക്ഷേ ഇവിടെ അതിനെ രാഷ്ട്രീയമായിട്ട് കാണുകയാണ്. UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇവിടെ 2011 ഇവർ 5ാം മന്ത്രിയിൽ കൊണ്ട് നിന്നുവെങ്കിൽ ഇവിടെ എത്തുമ്പോൾ ഇവർ 6ാം മന്ത്രിയുമല്ല, ഒരു ഉപമുഖ്യമന്ത്രിയിലേക്ക് വരെ പോകും. അത് ഉറപ്പായ കാര്യമാണ്. ഉപമുഖ്യമന്ത്രി കുഞ്ഞാലിക്കുട്ടി തന്നെ ആയിരിക്കും. മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ കുഞ്ഞാലിക്കുട്ടി തന്നെയാണ്. നമുക്കറിയാം 2019 കുഞ്ഞാലിക്കുട്ടി കേന്ദ്രത്തിലേക്ക് പോയി. എന്തിനു വേണ്ടി? 19 കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്നാണ് കരുതിയത്. പൊതുവെ അങ്ങനെ ഒരു ധാരണ ഉണ്ടായിരുന്നു. ഈ മോദി ഭരണത്തിന് എതിരായ ഒരു അതിശക്തമായ വികാരം രാജ്യത്തുണ്ട്. കോൺഗ്രസ് വീണ്ടും അധികാരത്തിൽ വരും. അപ്പോൾ മുസ്ലിം ലീഗ് അഖിലേന്ത്യാ മുസ്ലിം ലീഗായി മാറി അതിലൊരു വലിയ പ്രാതിനിധ്യം കിട്ടുമെന്ന് വിചാരിച്ചാണ് കുഞ്ഞാലിക്കുട്ടി പോയത്. പോയ അതേ സ്പീഡിൽ അതേ വണ്ടിയിൽ തന്നെ തിരികെ വരികയും ചെയ്തു. കാരണം ഇനി രക്ഷയില്ല എന്ന് മനസ്സിലാക്കി. ഇതുപോലെ രക്ഷയില്ലെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയും അങ്ങനെ ഒടുവിൽ BJPയിൽ ചേർന്നത്. അങ്ങനെ കുഞ്ഞാലിക്കുട്ടി കേരള രാഷ്ട്രീയത്തിലേക്ക് മടങ്ങിയതിൻ്റെ കാരണം എന്തുകൊണ്ട്? ഇവിടെ 2021 അധികാരത്തിൽ വരുമെന്നാണ് കണക്ക് കൂട്ടിയത്, നടന്നില്ല. അപ്പോൾ 26 അധികാരത്തിൽ വരുമ്പോൾ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തെങ്കിലും എത്തുക. ഇപ്പോൾ കോൺഗ്രസിലെ പല MP-മാരും കേരള രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലോ. എന്തുകൊണ്ട്? അവർക്ക് മനസ്സിലായി ഇനി അവിടെ നിന്നിട്ട് കഥയില്ല. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഭാവി പ്രധാനമന്ത്രി എന്ന് പറഞ്ഞ് മാത്രം തുടരും. കോൺഗ്രസ്സുകാർക്ക് ഇനി അവിടെ ഗതിയില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള കോൺഗ്രസ് MP-മാര് 14 പേരും മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നതാണ്. കേരള രാഷ്ട്രീയത്തിൽ 2026 അധികാരത്തിൽ വരുമ്പോൾ ഈ പോയിട്ടുള്ളവരെല്ലാം മുതിർന്ന നേതാക്കന്മാരാണ്. അപ്പോൾ മന്ത്രിസ്ഥാനം അലങ്കരിക്കുകയെങ്കിലും ചെയ്യാം എന്നവർ കണക്ക് കൂട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും പല കണക്കുകൂട്ടലുകളുടെയും കാര്യങ്ങളുടെയും ഇടയിലാണ് നിൽക്കുന്നത്. മുസ്ലിം ലീഗും ഇതുപോലെ നിൽക്കുകയാണ്. 2026 UDF അധികാരത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മലപ്പുറം ജില്ലയുടെ വിഭജനം ഉണ്ടാകും. തിരൂർ ആസ്ഥാനമാക്കി ഒരു പുതിയ ജില്ല കേരളത്തിൽ രൂപം കൊള്ളുകയും ചെയ്യും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.